ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. നാം പുനരുത്ഥാനത്തെക്കുറിച്ച് ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നല്ലോ. എന്നാൽ പുനരുത്ഥാന ശരീരം അത് എപ്രകാരമുള്ളതാണ് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും അവർക്ക് എപ്രകാരമുള്ള ശരീരം ലഭിക്കുമെന്നും വളരെ വ്യക്തമായിട്ടാണ് ആ ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത്. പുനരുദ്ധാരണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീർണിച്ചുപോയ പഴയതിന്റെ പുനർനിർമ്മിതിയല്ല എന്ന് നാം ഓർക്കണം. നവീനമായതിന്റെ സമ്പൂർണമായ അംഗീകരണമാണ് പുനരുദ്ധാരണം എന്നതാണ്. പൗലോസ് ഇവിടെ പറയുന്നത് അഥവാ വിഭിന്നങ്ങളായ വിത്തുകൾ വിതയ്ക്കുന്നു, എന്നാൽ അത് ആ മണ്ണിനോട് അഴുകിച്ചേർന്നതിന് ശേഷം ആ വിത്തല്ല, അതിൽ നിന്ന് ശോഭയേറിയ പുഷ്പങ്ങളും ശോഭയേറിയ ഫലങ്ങളും ആണ് അതിൽ നിന്ന് കടന്നു വരുന്നത്. അതാണ് ആ വർണ്ണങ്ങളെ കുറിച്ച് താൻ അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് ഗ്രഹിക്കുവാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശരീരം സ്ഥൂലമായതും തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതും ആയിരുന്നു. അത് സ്ഥൂലമായിരുന്നു എന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24:39 കർത്താവ് തന്നെ അത് വെളിപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അതേസമയം തന്റെ ശരീരം സമയത്തിനും സ്ഥലത്തിനും വിധേയമായ ഒന്നല്ലായിരുന്നു എന്നത് നമുക്കറിയാം. താന് ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ തന്നെ മറ്റ് എവിടെയും ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെടുത്തുവാനായിട്ട് കഴിവുള്ള ശരീരമായിരുന്നു എന്നതും നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ ക്രിസ്തുവിന്റെ പുനരുദ്ധാരണ ശരീരം അത് പ്രാണമയമല്ല, ആത്മമയമായിരുന്നു എന്നതാണ്. തനിക്ക് ആഹാരം കഴിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നുവെങ്കിലും ജീവിത സന്ധാരണത്തിന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നിത്യതയിൽ തനിക്കുണ്ടായിരുന്ന മഹത്വത്തിനും തേജസ്സിനും അനുയോജ്യമായതും ദൈവ തേജസ് വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായിരുന്നു എന്നതും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഭാവിയിൽ നാം ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടും എന്നാണ് ലിബ്യ ലേഖനത്തിലും മറ്റുമൊക്കെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15:40-53 വരെയുള്ള ഭാഗങ്ങളിൽ ആ ശരീരത്തിന്റെ അഷ്ടവൈശിഷ്ട്യങ്ങളെ കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, മണ്ണുകൊണ്ടുള്ള നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കും എന്നതാണ്. രണ്ടാമത്തെ കാര്യം, അത് അദ്രവത്വമുള്ളതാണ് എന്നതാണ്. മൂന്നാമത്തെ കാര്യം, അത് തേജസ്സുള്ളതാണ് എന്നതാണ്. നാലാമത്തെ കാര്യം, അത് ശക്തിയുള്ളതാണ്, ഒരു നാളും നാശം സംഭവിക്കാത്ത ശക്തിമത്തായ ശരീരമായിരിക്കും എന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഞ്ചാമത്തെ കാര്യം, അത് ആത്മീകമാണ്, സ്പിരിച്വൽ ബോഡിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഭൗതിക ശരീരമല്ല, ഈ മണ്ണിനോട് ഇഴുകിച്ചേരുന്നതല്ല എന്നതാണ്. ആറാമത്തെ കാര്യം, അത് സ്വർഗീയന്റെ പ്രതിമയാണ് എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം, അത് അക്ഷയമായതാണ്. എട്ടാമത്തെ കാര്യം, അത് അമർത്യമായതാണ്, മരണമില്ലാത്തതാണ്. തുടങ്ങിയ അഷ്ടവൈശിഷ്ട്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതേ പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഈ ലോകം വിട്ടേ മതിയാകത്തുള്ളൂ. ഈ മണ്ണിലെ മൂലഘടകങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നത് ശാസ്ത്രം വളരെ വ്യക്തമായി തെളിയിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് നമ്മുടെ ഈ പുറത്തെ ശരീരത്തിന്റെ കാര്യം മാത്രമാണ്. എന്നാൽ നമ്മുടെ ആത്മശരീരം അത് ദൈവത്തിന്റെ ദാനമാണ്. ഒരു ഡോക്ടർക്കും ഒരു രോഗിയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വെന്റിലേറ്ററിൽ
ആ ICU യൂണിറ്റിൽ ഒക്കെ കിടക്കുന്ന രോഗിയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില സെക്കൻഡുകൾക്കകം ആ ജീവൻ കടന്നു പോകുന്നത് അവര് മനസ്സിലാക്കാറുണ്ട്. അവര് നാടി പിടിച്ചു നോക്കിയിട്ട് പറയാറുണ്ട്, മരിച്ചുപോയി. അല്പം സെക്കൻഡ് മുമ്പ് വരെയും ആ ശരീരത്തെ ജീവനുള്ള ശരീരമെന്ന് വിളിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയുകയാണ്, മരിച്ചുപോയി, ഇത് ഡെഡ് ബോഡിയാണ്. എന്നാൽ ഈ മരിച്ചു പോയത് അല്ലെങ്കിൽ അത് എങ്ങോട്ട് പോയി എന്ന് ആർക്കും തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ലോകമുണ്ടായ കാലം മുതൽ ഈ ജീവനെ തേടി മനുഷ്യൻ നടക്കുന്നു, ശാസ്ത്രം നടക്കുന്നു. അവർക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ ജീവൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ശാസ്ത്രത്തിന് ഇതേവരെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നതുമല്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കുന്നു നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു വിശുദ്ധന്റെ ശരീരം ഉൽപ്രാവണം പ്രാപിക്കുന്നു, നിത്യതയിലേക്ക് രൂപാന്തര ശരീരത്തോടുകൂടെ അവൻ ചേർക്കപ്പെടുന്നു. എന്നാൽ ഒരു ദുഷ്ടൻ, ഒരു പാപി, അവനും മരിക്കുന്നു. അവന്റെ ശരീരവും ഈ മണ്ണിനോട് അഴുകിച്ചേരുന്നെങ്കിലും പിന്നത്തേതിൽ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ദൈവം അവനെയും ഉയർപ്പിച്ച് നിത്യന്യായവിധിയിലേക്ക്, നിത്യനരകത്തിലേക്ക് അവന്റെ ശരീരം തള്ളപ്പെടുന്നു. അഥവാ പിശാചുക്കൾ വന്ന് അവനെ കൊണ്ടുപോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ഒന്നാമത്തെ ഒരു ഉദാഹരണം ആയിട്ട് കർത്താവ് പറഞ്ഞത് ധനവാന്റെയും ലാസറിന്റെ ഉപമയാണ്. ധനവാനും ലാസറും മരിച്ചു. എന്നാൽ ഇവിടെ ഇതാ ആ ലാസറിനെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് ദൈവത്തിന്റെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടിയെന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്വർഗോന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ലാസറിനെ ദൂതന്മാർ വന്ന് കൊണ്ടുപോയി അവന്റെ ആത്മാവിനെ. എന്നാൽ ആ ധനവാന്റെ ആത്മാവിനെയും അത് പൈശാചികമായ ശക്തികൾ വന്ന് അവനെയും കൊണ്ടുപോയി നിത്യനരകത്തിലേക്ക്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു മൃഗം മണ്ണിൽ അഴുകിച്ചേരുന്നത് പോലെ മനുഷ്യൻ ചേരുന്നില്ല. അതുകൊണ്ട് വളരെ നമുക്ക് ഈ കൃപായുഗത്തിൽ ചിന്തിക്കുവാൻ ദൈവം അവസരം തന്നിരിക്കുന്നു, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അവസരം തന്നിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അതിനായി ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്നെയും കൂടെ ഉയർപ്പിക്കുമോ? ഞാനിന്ന് മരിച്ചതിന് തുല്യമാണ്, ഞാനിന്ന് മരവിച്ച മനുഷ്യനാണ്. എങ്ങോട്ടെന്നില്ലാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു മടുത്തു നാഥ. എങ്ങോട്ടെന്നില്ലാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു മടുത്തു നാഥ. ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്നെയും കൂടെ ഉയർപ്പിക്കുമോ? ഞാനിന്ന് മരിച്ചതിന് തുല്യമാണ്, ഞാനിന്ന് മരവിച്ച മനുഷ്യനാണ്.
കുരിശിൽ തറച്ചത് ഓർക്കുന്നു